ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. അതായത് നമ്മളിന്ന് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് നേരെ പൂളിലേക്കാണ് ചെന്നത്. എനിക്ക് പുളി ചാടാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പൂളിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ലഞ്ചും കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ കന്യാകുമാരിക്ക് പോകാമെന്നുള്ളൊരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു. കാരണം നമ്മൾ ഇന്ന് എന്തായാലും ഫുൾ ഡേ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കന്യാകുമാരി പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എന്തായാലും ഒരു ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റർ അടുത്തുണ്ട്. അതായത് ഒരു 2-2.5 മണിക്കൂറോളം ഉണ്ട് യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മുടെ നല്ല ദൂരെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കന്യാകുമാരി കടൽ തീരത്തോട് അടുത്തു. ഭയങ്കരമായിട്ടുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ബൈക്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തത്. പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അത് എല്ലാവർക്കും ആസ്വദിക്കാനുള്ള മനസ്സൊന്നും കാണില്ല, പക്ഷേ ആസ്വദിക്കാൻ മനസ്സുള്ളവർക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണി ആ ഒരു ടൈമൊക്കെ ആയി, ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. കാരണം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ വയറൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. പിന്നെയുള്ള ചെറിയ സ്നാക്കൊക്കെ അല്ലേ, അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തു. പിന്നെ നമ്മൾ വന്ന ഉടനെ ഇവിടെ ഒരു നല്ലൊരു പാർക്ക് പോലെ, അല്ലെങ്കിൽ ഒരു ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു വെയിറ്റിംഗ് ഏരിയ പോലെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്നും ഒരു തിരക്കേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പം കുഴപ്പമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഇനി എന്ത് ചെയ്യണം, തിരക്കും ബഹളമൊന്നും ഇല്ല നമുക്ക്. അതുകൊണ്ട് നമുക്കും റിലാക്സ് ചെയ്തിരിക്കാനുള്ള കുറച്ച് ടൈം കിട്ടി. ആ ഒരു സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തു എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം കണ്ടോ അവിടെ നമുക്ക് ചെല്ലണം. അതായത് വിവേകാനന്ദ റോക്ക്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. വിവേകാനന്ദൻ വന്ന ഒരു സ്ഥലമാണെന്നുള്ള അറിവായിരുന്നു വേണ്ടത്. ഇപ്പോഴും അത് തന്നെയാണ്. പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ, പക്ഷെ മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ പോകാനായിട്ട് നമുക്ക് പാസ്സുണ്ട്. അത് എത്രയാണ്, 100 രൂപയോ അങ്ങനെ എന്തോ ആണ് ഒരാൾക്ക് പാസ് എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ നമ്മളൊരു ബോട്ടിൽ കയറിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ തരുന്നുണ്ട് അവർ. ബോട്ടിൽ കയറിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അവിടെ വന്ന് ഇറങ്ങി. നട്ടുച്ചയാണ് കേട്ടോ സമയം. നട്ടുച്ച എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ്. പക്ഷേ ആ ഒരു വെയിൽ, ചൂട് അതൊന്നും നമ്മൾ അറിയുന്നില്ല. നല്ല കാറ്റാണ്, കടലിൻ്റെ നടുക്കാണല്ലോ. അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അവിടെയും ടിക്കറ്റ് എടുക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. വിവേകാനന്ദ സ്വാമിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിമ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അത് പ്രതിമയാണ്, കൊത്തിവെച്ചതാണോ എന്നറിയില്ല. അവിടെ ഒരു പ്രതിമയുണ്ട്. അത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, നല്ല സുഖം. അത് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അവിടുത്തെ ഫീൽ. അങ്ങനെ നമ്മൾ വെളിയിലേക്ക് വന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരെന്തൊക്കെയൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ബോട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആൾക്കാരെല്ലാം വന്ന് ഫില്ലായിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് വന്നു ഗൈസ്. അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാനുള്ള മൂഡും അവസ്ഥയിലല്ലായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ രാത്രി വന്നതിന് ശേഷം പിന്നെയും നമ്മൾ പൂളിൽ പോയി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആടി തിമിർത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇങ്ങനെ പൂളിലൊക്കെ ഇങ്ങനെ കളിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കാനുള്ളൊരു കിട്ടുന്നില്ല. ഇതെന്താ ഇത്, അതിനിടയ്ക്ക് ഒരു വീഡിയോ എടുക്കുന്നതിന് ഇവനായിരുന്നോ? ഓക്കെ, സൊഹാനായിരുന്നു. സോറി, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ റൂമിൽ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പം ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. നല്ല തണ്ണിമത്തങ്ങ കിടന്നു. പിന്നെ ഡേ 2 ആണ്. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് ഇനി ഫുള്ളായിട്ട് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം എടുക്കണം. കാരണം നമ്മൾ ഇറങ്ങാറാവുമ്പം എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് വിട്ടുപോകും. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. നമുക്കിന്ന് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുള്ള് ഞാൻ പാക്ക് ചെയ്തെല്ലാം ഒതുക്കി പിറക്കി വെച്ചിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഉസ്താദ് ഹോട്ടലിൽ വന്നു. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എനിക്ക് എടുക്കാൻ മറന്നുപോയി. അത് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, മറന്നുപോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പൊറോട്ടയും പുട്ടും
പിന്നെ ഇവിടെ എല്ലാം മീനിൻ്റെ ഐറ്റംസാണ്. എനിക്ക് തോന്നുന്നു കടലിൻ്റെ തീരമായോണ്ടാണെന്ന് തോന്നുന്നു ഫുള്ള് മീനാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. പിന്നെന്താണ്, നമ്മളിതാ വിഴിഞ്ഞം ഹാർബറിൽ വന്നേക്കാണ് കേട്ടോ. ഹാർബറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നത്. അവിടെ 2 പള്ളികളുണ്ട്, പിന്നെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിത് ഫുള്ള് ഓഡിയോ ഇടാമെന്നാണ് ഓർത്തത്. കാരണം കാറ്റിൻ്റെ ഇതും സൗണ്ടൊക്കെ ഒന്ന് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഫുള്ള് ഓഡിയോ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്ഥലത്ത് പാട്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കോപ്പിറൈറ്റ് വരും ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഈ സമയത്തൊന്നും അങ്ങനെ തിരക്കൊന്നും കാണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ വന്നു. അവിടെയും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ലൈറ്റ് ഹൗസിൽ ആദ്യമായിട്ടാണ് കയറുന്നതെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം എനിക്ക് ഓർക്കുന്നില്ല, കുഞ്ഞിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ എന്നിട്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ അവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പാസ്സുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. എല്ലായിടത്തും നമ്മൾ കാശും കൊണ്ടുപോയി കളയേണ്ടി വരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക്, ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് നമ്മൾ നടന്ന് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ നമുക്ക് ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ കയറി പോകുന്നു. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരുപാട് സമയം നിന്നില്ല. കാരണം എന്തോ ഒരു നെഗറ്റീവ്, കാരണം ഇതിങ്ങനെ പൊങ്ങി മല പോലെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കാൻ എന്തോ വേറൊരു വിറയിൽ. പിന്നെ നമ്മൾ അതിൻ്റെ താഴെ വന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ താഴെ വന്നിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നിന്ന് കുറച്ച് നേരം നിന്നു. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷേ ചൂട് അങ്ങനെ അറിയുന്നില്ല, കാറ്റുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോവളം ബീച്ചിലാണ് വന്നത്. ബീച്ച് നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുറകിലായിട്ട് തന്നെയാണ് ബീച്ച്. ഇതിൽ കൂടെ നടന്ന് കയറിപ്പോയാൽ നമ്മുടെ റൂമിലെത്തും. കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നിറങ്ങി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ റൂമിൽ വന്ന് ബാഗും എല്ലാം എടുത്തിട്ട് നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ അടുത്താണ് ഇന്ന് എല്ലായിടത്തും പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയം ഇതായതുകൊണ്ട് നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി നേരെ ട്രിവാൻഡ്രം സൂവിലാണ് വന്നത് കേട്ടോ. കുറച്ച് ദൂരം ഓടിയിട്ടാണ് നമ്മൾ വന്നത്. ടൗണിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂവിൽ വന്നിട്ടുണ്ട്. അവിടെയും നമ്മൾ പാസ്സൊക്കെ എടുക്കണം. എത്രയാണ്, ഒരാൾക്ക് 30-40 അങ്ങനെ എന്തോ ആണ്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ സൂ എന്ന് പറയുന്ന സംഭവം വലിയ സംഭവമാണെന്നാണ് എപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ഒന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു മൈസൂർ സൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബിഗ്ഗാണ്, കുറച്ചുകൂടെ കാണാനുണ്ട്, കുറച്ചുകൂടെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ള പോലെ തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നടന്ന് മടുക്കുകയും ചെയ്യും. അതാണ് പ്രത്യേകത. പിന്നെ എന്താണ്, പണ്ടൊക്കെ വരുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു സൂവിലൊക്കെ കയറുമ്പോൾ. ഇപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ പിള്ളേർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നാൽ തന്നെ സൊഹാനെ കാണാൻ വേണ്ടിയാണ്. നമ്മൾ രണ്ടുപേരും നമുക്കങ്ങനെ വലിയ ഇവിടെ കാണാൻ ഒന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. പിന്നെ സൊഹാൻ അവന് ഈ ബേഡ്സിനെയും അതുപോലെ ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ കണ്ടോട്ടെ എന്നോർത്തിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെയൊക്കെ. നല്ല സ്മെല്ലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഒരു സംഭവങ്ങൾക്ക് മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണ്, മറ്റേ നീർനായ, അതിനാണെങ്കിലും ഒരു നീറ്റില്ലാത്തൊരു സാധനമാണുള്ളത്. അപ്പോൾ അത് അവിടെ കിടന്ന് എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര യക്കായിട്ടാണ് തോന്നിയത്. പക്ഷെ സൊഹാനും കണ്ടിട്ട് വലിയ അതിശയമൊന്നും തോന്നുന്നില്ലായിരുന്നു അവന്. പിന്നെ സിംഹത്തിനെയും പിന്നെ ഈ കരടീനെയും പുലീനെയൊക്കെ കാണുമ്പോൾ അവനൊരു പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര സംഭവമാണെന്നുള്ള കാര്യം അതായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ചുറ്റിക്കറങ്ങി ശരിക്കും പറഞ്ഞാൽ മടുത്തു കേട്ടോ. ഈ ഒരു 3 ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് കാലും കൈയൊക്കെ ഒരു ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴാണെങ്കിലും കുറച്ച് മടുത്തു. പിന്നെ നമ്മൾ ഈ വെയിലിങ്ങനെ കൊള്ളുന്നുണ്ടല്ലോ, ചൂടറിയുന്നില്ലെങ്കിലും ചൂടുണ്ട്. ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. എന്നാൽ ആ കടൽ തീരത്തിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ ചൂടങ്ങനെ അറിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വെയിലും കൊണ്ട് ആകെ മൊത്തത്തിൽ മുഖമെല്ലാം ഒരുമാതിരി ടാനടിച്ച് അവസ്ഥയിലായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷേ നമുക്കത് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വീട്ടിൽ പോയി 2 ദിവസം ഇരിക്കുമ്പം റെസ്റ്റ് ചെയ്യുമ്പം ശരിയാകും. നമ്മുടെ നാട്ടിലെ വെള്ളം, നമ്മുടെ വീട്ടിലെ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പം ഒന്ന് ശരിയാകും. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളെന്താണ് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നീറ്റല്ലാത്തൊരു സംഭവം. ഈ ഒരു സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ
ഒട്ടും നമുക്ക് നീറ്റായിട്ട് തോന്നുന്ന സാധനങ്ങളല്ലല്ലോ. കാട്ടിലെ ജീവികളാണ്, എന്നാലും നമ്മൾ കുറ്റം പറയുന്നതല്ല. എന്തോ ഒരു നീറ്റ്നെസ് അല്ലാത്തൊരു സംഭവം അതാണ് ഇവിടെ കാണാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ പണ്ട് ജിറാഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിറാഫ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെ ജിറാഫ് ഇല്ല. ഇവിടെയാണോ മൈസൂർ സൂയിലാണോ ജിറാഫ് ഉള്ളത്, എവിടെയാണോന്നറിയില്ല. പിന്നെ ആനയൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങൾ എന്താ ഇവിടെ വെക്കാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ അവിടെ ചുറ്റിക്കറങ്ങി കണ്ടു, മടുത്തു. പിന്നെന്താണ്, ഇതൊക്കെ കാണുമ്പോൾ സൊഹാന് ഭയങ്കരമായിട്ട് അയ്യേന്നായിരുന്നു തോന്നുന്നത്. അവൻ അയ്യേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇനി വേറെ എവിടെയും ഇനി കാണാനൊന്നുമില്ല. എല്ലായിടവും നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നിടത്ത് ഒക്കെ പോയി കണ്ടു. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ നിർത്തി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എപ്പോഴും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കല്ലോ എന്നോർത്തിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ ഇതിൽ ആഡ് ചെയ്യാതിരിക്കുന്നത്. ഈ ഫുഡ് കഴിക്കാൻ പോകുന്നു, ചായ കുടിക്കാൻ പോകുന്നു, അതൊക്കെ എന്നാലും ഞാൻ ചായ കുടിക്കുന്നതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും അത് അങ്ങനെയല്ല, മൊത്തത്തിൽ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ് പോലെ ആയി പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ലാസ്റ്റ് നമ്മുടെ ഈ പാമ്പിൻ്റെ ഈ സെക്ഷനും കൂടെ കഴിയുമ്പം വലിയ കാര്യമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പാമ്പുകളും കാര്യങ്ങളും ഒന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ കാണുമ്പോൾ എല്ലാത്തിനെയും എന്താ ഇതെന്നുള്ളൊരു ഫീല് മാത്രം. പിന്നെ വലിയൊരു അനാക്കോണ്ടനെ കണ്ടു. എന്താ അനാക്കോണ്ട, ഗോൾഡനോ അങ്ങനെ എന്തോ അനാക്കോണ്ട. അതായത് ഇത് കണ്ടപ്പോൾ മാത്രം നമുക്ക് കുറച്ച് ഭയങ്കര വലുത് സൈസായിട്ട് തോന്നി. അതല്ലാതെ വേറെ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലൊന്നും ഇല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല പേടിപ്പെടുത്തുന്ന സാധനങ്ങളായിരിക്കും, എന്നാൽ നമുക്ക് അത്ര ഇത് തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ മയിലിനെയും കൂടെ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ആർട്സിൻ്റെ മ്യൂസിയമാണ്. ഇവിടെ അങ്ങനെ ഫോണൊന്നും അലൗഡല്ല. പിന്നെ ഇവിടെയും ടിക്കറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ അതും കയറി കണ്ടു. പിന്നെ നമ്മൾ തിരിച്ചവിടെ നിന്ന് അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പകുതിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കുമ്പോൾ ഇത് നല്ല ചായയായിരുന്നു കേട്ടോ, മസാല ടീ. അതും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചാർജും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ 3 ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.